Hi viewers, welcome to today's session. Today we will be discussing an interesting topic in English literature, and that is about feminist literary criticism. You might have heard about feminism. Feminism എന്ന് പറയുമ്പോൾ it started as a revolt against male domination or ആൻഡ്രോസെൻട്രിസം ഓർ മെയിൽ ഡോമിനേഷൻ, പുരുഷാധിപത്യത്തിന് എതിരെ വന്ന ഒരു റിവോൾട്ടായിട്ടാണ് ഫെമിനിസം അറിയപ്പെടുന്നത്. So let us see it in detail. Feminism came first as a reaction to patriarchy as a doctrine in the Western societies. Patriarchy as a social system based on sexual hierarchy puts men at the top and women below. Feminism as an ideology opposes the political, economic, and cultural relegation of women to positions of inferiority. Simply put, feminism affirms women's equality with men and rejects patriarchy. So, as already said, feminism എന്ന് പറയുമ്പോൾ മെയിൽ ഡോമിനേഷൻ, പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന് എതിരെയുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റിവോൾട്ട് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇത് വെസ്റ്റേൺ സൊസൈറ്റീസിലാണ് നമുക്ക് ഫസ്റ്റ് എമേർജ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നമുക്കറിയാം പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സോഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ സെക്ഷുവൽ ഹൈറാർക്കി, അതായത് അധികാര ശ്രേണി. സെക്ഷുവൽ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, പുരുഷന്മാർ, അതിൽ പുരുഷന്മാർ എപ്പോഴും ആ ഒരു ഹൈറാർക്കിയിൽ, ആ ഒരു ശ്രേണിയിൽ മുകളിലായിട്ടും സ്ത്രീകൾ എപ്പോഴും താഴെ വരുന്ന രീതിയിലുമുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ആക്ച്വലി പാട്രിയാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് കീഴിൽ നിൽക്കുന്നവർ മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. And feminism as an ideology opposes the political, economic and cultural relegation of women to positions of inferiority. സോ ശരിക്കും ഫെമിനിസം എമേർജ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. അതായത് ഇത്തരം ഒരു പാട്രിയാർക്കി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് സെപ്പറേഷൻ, സ്ത്രീകളെ താഴെയും കീഴെയും അതുപോലെ മെയിൽ ഡോമിനേഷൻ കൂടുതൽ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആധിപത്യം കൂടുതലായിട്ടുള്ള ഒരു സൊസൈറ്റി വന്നതിൻ്റെ ഭാഗമായി ഒരുപാട് മേഖലയിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും അതുപോലെ സാമ്പത്തികപരമായും എല്ലാ തരത്തിലും സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ടവർ അല്ലെങ്കിൽ പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരായി മാറുകയാണ് ചെയ്തത്. സോ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു മൂവ്മെൻറ്റ് എമേർജ് ചെയ്യുന്നത്, ഫെമിനിസം എന്നൊരു മൂവ്മെൻറ്റ്. സിംപ്ലി പുട്ട്, ആക്ച്വലി ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഫെമിനിസം ആക്ച്വലി പറയുന്നത് വിമൻസ് ഇക്വാലിറ്റി വിത്ത് മെൻ ആൻഡ് റിജക്ട്സ് പാട്രിയാർക്കി. സോ ഈ പുരുഷാധിപത്യം മാറ്റി അല്ലെങ്കിൽ അതിനെ നിർത്തലാക്കി സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഫെമിനിസം എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് വെച്ചിരുന്നത്. ആൻഡ് ഈ ശരിക്കും നമ്മളൊരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് എമേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു പ്രഭാവം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1960-കളിലാണ്, 1960s. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് റൊമാൻറ്റിക് പീരീഡിൽ തന്നെ നടന്നിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള ഈ ഫെമിനിസം അതിനോട് യോജിച്ചിട്ടുള്ള വർക്ക്സ് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു വർക്ക് അല്ലെങ്കിൽ നമുക്ക് ഫോറണ്ണേഴ്സ് ഓഫ് ഫെമിനിസം എന്ന് തന്നെ നമുക്ക് പറയാം. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൺ എന്ന ഈ ഒരു വർക്ക്, ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ ഫോറണ്ണർ ഓഫ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ. പി.ബി. ഷെല്ലിയുടെ വൈഫ് മേരി ഷെല്ലിയുടെ മദറാണ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, ആൻഡ് ഷീ ഇസ് ദ ഓതർ ഓഫ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് എ ഫോറണ്ണർ ഓഫ് ഫെമിനിസം. അല്ലെങ്കിൽ ഈ ഒരു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിൽ ഇതിൻ്റെ ഏറ്റവും ഒരു മുന്നേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വർക്കാണ്, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ 1792. That women must be treated equally because they have to play a crucial and vital role in the society, especially bringing up children. അതായത് സമൂഹത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പമുള്ള ഒരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യകത വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വർക്കായിരുന്നു വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൺ എന്ന ഈ ഒരു വർക്ക്. കാരണം സ്ത്രീകൾ സമൂഹത്തിൽ ഒരുപാട് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് പുരുഷന്മാരോടൊപ്പമുള്ള ഒരു അവകാശങ്ങളും എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വർക്കായിരുന്നു വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വർക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കൻ ആക്ടിവിസ്റ്റ് മാർഗരറ്റ് ഫുള്ളർ, one of the famous female writers of the 19th century. In her Women in the 19th Century believed that education is means of emancipation for women and her key planks are education, employment and political uplift. സോ ഇവിടെ മാർഗരറ്റ് ഫുള്ളർ മറ്റൊരു ഇതുപോലൊരു അമേരിക്കൻ ആക്ടിവിസ്റ്റാണ്. അവരുടെ ഈ ഒരു വർക്കിലും വിമൻ ഇൻ ദ 19th സെഞ്ച്വറി എന്നുള്ള ഈ ഒരു വർക്കിലും വിദ്യാഭ്യാസം എപ്രകാരം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനും അതുപോലെ ഈ ഒരു പുരുഷാധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടാനും അവൾക്ക് ഏത് രീതിയിൽ വിദ്യാഭ്യാസവും
ജോലിയും എല്ലാം ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു വർക്കാണ് മാർഗരറ്റ് ഫുള്ളറിൻ്റെ ഈ ഒരു വർക്ക്, വിമൺ ഇൻ ദ 19th century. നൗ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ വേവ്സ് ഓഫ് ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേവ്സ് ഓഫ് ഫെമിനിസം എന്നത്. ഇതിൽ ആക്ച്വലി നമ്മൾ 3 waves ഓഫ് ഫെമിനിസം ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം വിച്ച് സ്റ്റാർട്ടഡ് ഇൻ UK ആൻഡ് USA ഇൻ ദ 19th ആൻഡ് early 20th centuryയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. The first wave was more focused on the promotion of equal contract and property rights for women, the opposition to chattel marriage and ownership of married women and their children by their husbands. ശരിക്കും ഈ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഈക്വൽ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കും വോട്ടവകാശം, അതുപോലെ തന്നെ പുരുഷന്മാരോടൊപ്പം തന്നെ അവർക്കും ഒരു വസ്തുവിലുള്ള അവകാശം, അത്തരം അവകാശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം എമേർജ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ ഓപ്പോസിഷൻ ടു ചാറ്റൽ മാരേജ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഓൺ ഹിസ് വൈഫ് ആസ് എ സ്ലേവ്, അല്ലെങ്കിൽ ഒരു അടിമയെ പോലെയാണ് ഒരു ഭർത്താവിന് ഭാര്യയെ അവകാശമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചാറ്റൽ മാരേജ്, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വേവ് ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് വേവ് ഫെമിനിസം കാണാൻ പറ്റുന്നത്. ഇൻ ബ്രിട്ടൻ ഇൻ 1918 ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് വാസ് പാസ്ഡ് ഗ്രാൻഡിങ് ദ വോട്ട് ടു വിമൻ ഓവർ ദ ഏജ് ഓഫ് 30 ഹു ഓൺഡ് ഹൗസസ്. ആൻഡ് ഇൻ 1928 ദിസ് വാസ് എക്സ്റ്റെൻഡ് ടു ഓൾ വിമൻ ഓവർ 21. സോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ നമുക്ക് കാണാം 1918 ശരിക്കും 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം നേടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 1928 വരുമ്പോൾ അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾ വിമൻ ഓവർ 21, 21 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത്തരം വോട്ടവകാശം നൽകുന്നു. സോ ഈ ഒരു ഫസ്റ്റ് വേവ് എന്ന് പറയുമ്പോൾ ഇവിടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള വോട്ടവകാശം, വസ്തുവിന്മേലുള്ള അവകാശം, ഇത്തരം അവകാശങ്ങൾ വേണം എന്നുള്ളതും, അതുപോലെ ഒരു പുരുഷൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു നീക്കമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് വേവ് ഫെമിനിസം എമേർജ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വിർജീനിയ വുൾഫ്, വൺ ഓഫ് ദ മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് റൈറ്റർ ഓഫ് ദ ഫസ്റ്റ് വേവ് ഫെമിനിസം. Apart from her novels, Virginia Woolf has also written 2 works which contributed to the feminist theory, A Room of One's Own and 3 Guineas, 1938. സോ ഇതിൽ വിർജീനിയ വുൾഫിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള അവരുടെ ഈ ഒരു വർക്കാണ്. ആ ഒരു വർക്കിൽ അവർ ശരിക്കും വിമൻ റൈറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോൾ വിർജീനിയ വുൾഫിന് മുൻപുള്ള കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതൊന്നും അത്ര നല്ല, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു സാഹിത്യത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അല്ലെങ്കിൽ പഴയ നൂറ്റാണ്ടുകൾ എടുക്കുമ്പോൾ അവിടെയൊന്നും സ്ത്രീകൾ അത്തരത്തിലുള്ള ലിറ്ററേച്ചർ, സാഹിത്യം വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ സമൂഹത്തിലുള്ള ഈ ഒരു അന്തരം, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അവർ രണ്ടുപേരെയും രണ്ട് രീതിയിലും പുരുഷാധിപത്യത്തിൻ്റെ ഫലമായിട്ട് തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും സാഹിത്യ സൃഷ്ടികൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിമൻ റൈറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് വരുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്ത്രീ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ ആവണമെങ്കിൽ മാത്രമേ ആ സ്ത്രീയുടേതായിട്ടുള്ള കാലിബർ മുന്നോട്ട് കൊണ്ടുവരാനും അവരുടേതായിട്ടുള്ള സൃഷ്ടികളും സാഹിത്യത്തിലേക്ക് സംഭാവനകൾ ചെയ്യാനും സാധിക്കുള്ളൂ എന്നതെല്ലാമാണ് റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള ആ ഒരു എസ്സേയിൽ അവർ പറയുന്നത്. So in the former, that is a room of one's own, Woolf considered especially the social situation of women as writers. And in the latter, she explored the dominance of the major professions by men. So a room of one's own എന്നുള്ളതിൽ ആക്ച്വലി സ്ത്രീകൾ റൈറ്റേഴ്സ് ആയിട്ട്, ഓക്കെ, വിമൻ റൈറ്റേഴ്സ്, അവരുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സാഹിത്യ സൃഷ്ടിയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ക്രിട്ടിക്കൽ അനാലിസിസ് തന്നെയാണ് ആക്ച്വലി വിർജീനിയ വുൾഫ് റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള വർക്കിൽ ചെയ്യുന്നത്. എന്നാൽ നെക്സ്റ്റ് വൺ, ദ 3 Guineas എന്നുള്ള ആ ഒരു വർക്കിൽ ഡോമിനൻസ് ഓഫ് ദ മേജർ പ്രൊഫഷൻസ് ബൈ മെൻ, അതായത് മേജർ പ്രൊഫഷൻസ് എടുക്കുമ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് അവിടെ എല്ലാം കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പറയാം, ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളല്ല, കൂടുതലായിട്ടും പുരുഷന്മാരാണ് പല രീതിയിലുള്ള നല്ല പ്രൊഫഷൻസിലും ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല പൊസിഷൻസിലെല്ലാം ഇരിക്കുന്നതായിട്ട് പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് വർക്ക് ഷീ ആർഗ്യൂഡ് ദാറ്റ് വിമൻസ് റൈറ്റിംഗ് ഷുഡ് എക്സ്പ്ലോർ ഫീമെയിൽ എക്സ്പീരിയൻസ് ആൻഡ് നോട്ട് ജസ്റ്റ് ഡ്രോ കമ്പാരിസൺസ് വിത്ത് ദ സിറ്റുവേഷൻസ് ഇൻ സൊസൈറ്റി ഓഫ് മെൻ.
സോ അതുകൊണ്ട് തന്നെ അവർ ആ റൂം ഓഫ് വൺ സോൺ എന്നുള്ളതിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ എപ്പോഴും ഫീമെയിൽ എക്സ്പീരിയൻസ്, സ്ത്രീകളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരുടെ സൃഷ്ടികളിലൂടെയും സാഹിത്യത്തിലൂടെയും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് വിർജീനിയ വുൾഫ് റൂം ഓഫ് വൺ സോൺ എന്നുള്ള എസ്സേയിൽ പറയുന്നത്. Woolf was also one of the earliest writers to stress that gender is not predetermined but is a social construct and as such can be changed എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം സെക്സ് ആൻഡ് ജെൻഡർ ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സെക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ ബയോളജിക്കൽ കൺസ്ട്രക്ട്, വോറസ് ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രീഡിറ്റർമിൻഡ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആക്ച്വലി ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ളതല്ല. അത് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. സൊസൈറ്റി പറയുന്ന അല്ലെങ്കിൽ സൊസൈറ്റി കാഴ്ചവെക്കുന്ന കുറേ റോൾസ് ഉണ്ട്. സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പുരുഷന്മാർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. സോ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിനൊരു സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ജെൻഡർ എന്നുള്ള ഒരു കൺസ്ട്രക്റ്റിൽ തന്നെ ചേഞ്ചസ് വരാം. ഓക്കെ, ഇഫ് വിമൻ വർ ടു ഡെവലപ്പ് ദ ആർട്ടിസ്റ്റിക് എബിലിറ്റീസ് ടു ദ ഫുൾ, ഷി ഫെൽറ്റ് ഇറ്റ് വാസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി വിത്ത് മെൻ. സോ അതോടൊപ്പം തന്നെ വിർജീനിയ വുൾഫ് പറയുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾക്കും പുരുഷന്മാരോടൊപ്പം ഉള്ള രീതിയിൽ അവർക്കും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുമുള്ള ആ ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, പുരുഷന്മാരോടൊപ്പം തന്നെ ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്കും ശരിയായ രീതിയിൽ അവരുടേതായിട്ടുള്ള കലാസൃഷ്ടികൾ പുറത്തേക്ക് കൊണ്ടുവരാനും ആ രീതിയിൽ സാഹിത്യത്തിലേക്കും മറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യാനും സ്ത്രീകൾക്ക് സാധിക്കുള്ളൂ എന്നും വിർജീനിയ വുൾഫ് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ദ റെപ്രസെൻറ്റേറ്റീവ് റൈറ്റർ ഇസ് വിർജീനിയ വുൾഫ്. അവരുടെ മേജർ റൈറ്റിംഗ് ഓർത്തു വെക്കണം, റൂം ഓഫ് വൺ സോൺ. ആൻഡ് ദ സെക്കൻഡ് വേവ്, കമ്മിങ് ടു ദ സെക്കൻഡ് വേവ് ഫെമിനിസം ഫ്രം 1960s to 1980s നമുക്ക് ഈ ഒരു സെക്കൻഡ് വേവ് ഫെമിനിസം കാണാൻ പറ്റുന്നത്. 60s to 80s ഇവിടെ വരുമ്പോൾ ദ ഫസ്റ്റ് വേവ് ഫോക്കസ്ഡ് ഓൺ റൈറ്റ്സ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ വോട്ടവകാശം, വസ്തുവിന്മേലുള്ള അവകാശം, അത്ര അവകാശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ സെക്കൻഡ് വേവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലാർജ്ലി കൺസേർവ് വിത്ത് അതർ ഇഷ്യൂസ് ഓഫ് ഇക്വാലിറ്റി സച്ച് ആസ് എൻഡിങ് ഡിസ്ക്രിമിനേഷൻ ഇൻ സോ മെനി ഫീൽഡ്സ്. ഇവിടെ വരുമ്പോൾ കുറേ ഇഷ്യൂസ് ഇവിടെ വരുന്നുണ്ട്. അതായത് സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ മേഖലയിൽ വരുന്ന സ്ത്രീകൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് വേവ് ഫെമിനിസം എമേർജ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ ഫേസ് വേർ ദ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റി സ്റ്റാർട്ടഡ്. സോ ഇവിടെ ശരിക്കും ഒരു ഫൈറ്റിംഗ് ആണ്. മറ്റേത് ഫസ്റ്റ് വേവ് എന്ന് പറയുമ്പോൾ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഏതെങ്കിലും ഫീൽഡ്സിൽ ഏതെല്ലാം മേഖലയിലാണോ സ്ത്രീകൾക്ക് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും അവിടെ ഇൻഇക്വാലിറ്റീസ് ഏൽക്കേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ അത്തരം ഡിസ്ക്രിമിനേഷൻ വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വരുന്ന അതിനെതിരെയുള്ള ഒരു ഫൈറ്റിംഗ് തന്നെ ആയിരുന്നു ഈ ഒരു സെക്കൻഡ് വേവ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് റിസൾട്ടഡ് ദ കോയിനിങ് ഓഫ് ദ ഫ്രേസ് വിമൻസ് ലിബറേഷൻ, സ്ത്രീകളുടെ വിമോചനം എന്നുള്ള ആ ഒരു കോയിനിങ്, ആ ഒരു ഫ്രേസ് കോയിൻ ചെയ്തത് തന്നെ ഈ ഒരു സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ടൈമിലാണ്. ആൻഡ് ദിസ് ഫ്രേസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ദ USA in 1964 and first appeared in the print in 1966. The magazine Rampartsലാണ്. Sometimes it may be asked for exams. Okay. ആൻഡ് ഇനി ഈ ഒരു സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ വരുന്ന ഫീമെയിൽ റൈറ്റേഴ്സിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് എലൈൻ ഷാൾട്ടർ. Elaine Shalter pioneered gynocriticism with her book A Literature of Their Own 1977. സോ Elaine Shalter എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈനോക്രിറ്റിസിസം എന്നുള്ളത്. ഈ ഗൈനോക്രിറ്റിസിസം എന്നുള്ള ടേം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തത് Elaine Shalterൻ്റെ ഒരു ഐഡിയയിൽ നിന്നാണ്. ഓക്കെ, സോ അവരുടെ ഈ ഒരു ഗൈനോക്രിറ്റിസിസം വെച്ചുകൊണ്ട് അവർ 3 ആസ്പെക്ട്സ് പറയുന്നുണ്ട് അല്ലെങ്കിൽ 3 ഫേസ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫെമിനൈൻ ഫേസ്, ഫെമിനിസ്റ്റ് ഫേസ് ആൻഡ് ഫീമെയിൽ ഫേസ്. അതായത് സ്ത്രീകൾ ഇത്തരത്തിൽ പുരുഷന്മാരുടെ ഈ ഒരു മെയിൽ ഡോമിനേഷനിൽ നിന്നും വിട്ടുമാറാനും അത്തരം ആ ഒരു അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇതിൻ്റെ മാർഗമായിട്ട് 3 ഫേസിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് ഗൈനോക്രിറ്റിസിസം പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ഫെമിനൈൻ ഫേസ്. ഫെമിനൈൻ ഫേസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ റൈറ്റേഴ്സ് ട്രൈ ടു അദീർ ടു മെയിൽ വാല്യൂസ്, writing as men, and usually did not enter into debate regarding women's place in society. Female writers often employed male pseudonyms during this period. So first period എന്ന് പറയുന്നത് ഫെമിനൈൻ ഫേസ് ആണ്. ഓക്കെ, ഈ ഫെമിനൈൻ ഫേസിൽ ആക്ച്വലി നടക്കുന്നത്
ഫീമെയിൽ റൈറ്റേഴ്സ് അവർ മെയിൽ വാല്യൂസ് അല്ലെങ്കിൽ പുരുഷന്മാർ ഏത് രീതിയിലാണോ എഴുതുന്നത് അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട്, അദിയർ മീൻസ് ടു സ്റ്റിക്ക്, ഓക്കെ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ചില സമയങ്ങളിലെല്ലാം പുരുഷന്മാരുടേതായിട്ടുള്ള ഒരു പേര് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസിൽ, ഫസ്റ്റ് ഫേസ് ഫെമിനൈൻ ഫേസിലെ റൈറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ എസ്പെഷ്യലി നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ 1840 to 1880 കാലഘട്ടത്തിൽ വരുന്നതാണ് ഈ ഒരു ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നില്ല, അതിനെതിരെയായിട്ടൊന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് അതിലൊന്നും നിൽക്കുന്നില്ല ഈ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ. അവിടെ എങ്ങനെയാണോ മെയിൽ റൈറ്റേഴ്സ് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ, അതേ വാല്യൂസ്, അതേ റൈറ്റിംഗ് സ്റ്റൈൽ അതെല്ലാം പിന്തുടർന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്റ്റൈലിലേക്ക് ഫീമെയിൽ റൈറ്റേഴ്സ് എഴുതുന്ന ഒരു രീതിയാണ് ഫെമിനൈൻ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ജോർജ് എലിയട്ടിനെ പോലുള്ള റൈറ്റേഴ്സ്, അവിടെ ജോർജ് എലിയട്ട്, മേരി ഇവാൻസ് അല്ലേ, മേരി ഇവാൻസ് ആണ് ആക്ച്വലി ജോർജ് എലിയട്ട് എന്നുള്ള സ്യൂഡോണിം യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നത്. സോ അവിടെ ആ ഫീമെയിൽ റൈറ്റേഴ്സ് അവരുടെ റൈറ്റിങ്സ് മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി അവരുടെ പേര് തന്നെ മാറ്റി മേരി ഇവാൻസ് എന്നുള്ള പേരിലല്ല, അവർ ജോർജ് എലിയട്ട് എന്നുള്ള പേരിലാണ് സാഹിത്യകൃതികൾ സംഭാവന ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, ദ ഫെമിനിസ്റ്റ് ഫേസ്. In the feminist phase, the central theme of works by female writers was the criticism of the role of women in society and the oppression of women. ഈ ഒരു സെക്കൻഡ് ഫേസ്, ഫെമിനിസ്റ്റ് ഫേസ് എന്നുള്ളത് കാണുന്നത് 1880 മുതൽ 1920 വരുന്ന ഒരു കാലഘട്ടമാണ്, 1880 to 1920. സോ ഈ ഒരു സെക്കൻഡ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫീമെയിൽ റൈറ്റേഴ്സ് കൂടുതലായിട്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സഫറിങ്സ്, ഓക്കെ, അതിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഡ്രമറ്റൈസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സ് അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ് ഫെമിനിസ്റ്റ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എലിസബത്ത് ഗാസ്കലിനെ പോലുള്ള റൈറ്റേഴ്സ് ഈ ഒരു ടൈമിൽ ഇത്തരം സ്ത്രീകൾ എത്രത്തോളം ഓപ്പറേഷൻ അല്ലെങ്കിൽ അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ട് സൊസൈറ്റിയിൽ, അത്തരം കാര്യങ്ങൾ അവരുടെ വർക്ക്സിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡ് ഫേസിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദ ഫീമെയിൽ ഫേസ്. During the female phase, women writers were no longer trying to prove the legitimacy of a woman's perspective. Rather, it was assumed that the works of a woman writer were authentic and valid. The female phase lacked the anchor and combative consciousness of the feminist phase. ഇവിടെ ഫീമെയിൽ ഫേസിലേക്ക് എടുത്തു വെക്കുമ്പോൾ സ്ത്രീകൾ, വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് അവർ എഴുതാൻ തുടങ്ങുകയാണ്. അവരൊരിക്കലും പുരുഷന്മാരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്യൂഡോണിംസ് യൂസ് ചെയ്തുകൊണ്ടൊന്നും എഴുതുന്നില്ല. അവരുടെ റൈറ്റിങ്സ് അവർ വാലിഡായിട്ടും ഒത്തൻറ്റിക് ആയിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒന്നിനോടും ദേഷ്യമില്ല അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പോകുന്നില്ല. അവരവരുടേതായിട്ടുള്ള സ്റ്റൈൽ, ഫീമെയിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണോ ആ ഒരു രീതിയിൽ എഴുത്തുകൾ എഴുതാൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സൃഷ്ടികൾ കൊണ്ടുവരാൻ തുടങ്ങുന്ന ഒരു ഫേസ് ആയിട്ടാണ് നമുക്ക് ഫീമെയിൽ ഫേസസ് കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു ഫേസിൽ, ഫീമെയിൽ ഫേസിൽ ദ ഫീമെയിൽ റൈറ്റേഴ്സ് ട്രൈ ടു പ്രൂവ് ദാറ്റ് ദേ ആർ ഈക്വൽ ടു മെയിൽ റൈറ്റേഴ്സ്. ആ ഒരു ഫേസിൽ വരുന്ന റൈറ്ററായിട്ട് നമുക്ക് വിർജീനിയ വുൾഫിനെ പോലെയുള്ള റൈറ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അലൈൻ ഷാൾട്ടർ ആൻഡ് അബൌട്ട് ഗൈനോക്രിറ്റിസിസം. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, the second representative writer of the second wave feminism, Simone de Beauvoir. Actually, she is a French feminist. Simone de Beauvoir is a French feminist, and she is famous not only as a feminist but as a lifelong partner of French philosopher Jean-Paul Sartre. Jean-Paul Sartre, the great French philosopher. അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് Simone de Beauvoir, and she was a very active fighter for women's rights and a supporter for abortion also. And her most influential book is without doubt The Second Sex. 1949 ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്, The Second Sex. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് ഇൻ ദ സെക്കൻഡ് വേവ് ഫെമിനിസം. സെക്കൻഡ് വേവ് ഫെമിനിസം എടുക്കുമ്പോൾ അതിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ബുക്കായിട്ടാണ് സെക്കൻഡ് സെക്സ് കണക്കാക്കുന്നത്. ആൻഡ് ഇൻ ദിസ് വർക്ക് ഷീ ഔട്ട്ലൈൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് മെൻ ആൻഡ് വുമൻ ആൻഡ് അറ്റാക്ക് വേരിയസ് ഫോംസ് ഓഫ് മെയിൽ ഡോമിനൻസ് ഓവർ വിമൻ. Man dominated in all influential cultural fields including law, religion, philosophy, science, literature and other arts. She also clearly distinguished between sex and gender and wrote, "One is not born but rather becomes a woman." സോ ഈ ഒരു വർക്കിൽ, സെക്കൻഡ് സെക്സ് എന്നുള്ള ഈ ഒരു വർക്കിൽ ശരിക്കും സിമൺ ഡി ബൗവർ ഷീ ഈസ് ട്രൈയിങ് ടു എക്സ്പോസ് മെനി ഈവിൾസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കുറേ മെയിൽ ഡോമിനേഷൻ, പുരുഷാധിപത്യത്തിൻ്റെ ഫലമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സോ ഷീ സേസ് ദാറ്റ് ആക്ച്വലി മെൻ കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ സബ്ജക്റ്റ് ഓർ ദ അബ്സല്യൂട്ട്. പുരുഷൻ അവനെ തന്നെ ദ അബ്സല്യൂട്ട് അല്ലെങ്കിൽ ദ സബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. ആൻഡ് ട്രീറ്റ്സ് ദ വിമൻ ആസ് ദ അതർ.
ഓക്കെ, വിമൻ സ്ത്രീകളെ തന്നെ അവൻ ദ അതർ എന്നുള്ള ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി സ്ത്രീകളെ തന്നെ ചൈൽഡ് ബെയറേഴ്സ് മാത്രമായിട്ട് കാണുന്നു. സമൂഹത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് സിക്സ് എന്നുള്ള ബുക്കിലൂടെ ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഓൾസോ ഷീ ഗിവ്സ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ അബൌട്ട് സെക്സ് ആൻഡ് ജെൻഡർ, വൺസ് അഗെയിൻ ദ ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ കൺസ്ട്രക്ട്, സോഷ്യൽ കൺസ്ട്രക്ട്. ആൻഡ് ഓൾസോ ഷീ സേസ്, ഇതിൽ വരുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈനാണ്, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൻ. ജനിക്കുമ്പോൾ തന്നെ ആരും അങ്ങനെയല്ല ജനിക്കുന്നത്, ബട്ട് ദ കണ്ടീഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റി തന്നെയാണ് അവളെ ആ ഒരു രീതിയിലേക്കാക്കി മാറ്റുന്നത് എന്നതാണ് ആ ഒരു ഫേമസ് കോട്ടിൽ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സിമൺ ഡി ബോവോർ ആൻഡ് ഹെർ വർക്ക്, ദ മേജർ വർക്ക് സെക്കൻഡ് സെക്സ്. Now to the next one, Betty Friedan. Betty Friedan is also one of the most eminent writer of the second wave feminism. And in 1963, her book, The Feminine Mystic, ബെറ്റി ഫ്രീഡൻ എടുക്കുമ്പോൾ അവരുടെ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ റിമാർക്കബിൾ വർക്കാണ് ദ ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള ഒരു വർക്ക്. സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ തന്നെ വരുന്നതാണ്. ഷീ ഓൾസോ ക്രിട്ടിസൈസ് ദ ഐഡിയ ദാറ്റ് വിമൻ കുഡ് ഫൈൻഡ് ഫുൾഫിൽമെൻറ്റ് ഓൺലി ത്രൂ ചൈൽഡ് റെയറിംഗ് ആൻഡ് ഹോം മേക്കിംഗ്. ദ ബുക്ക് ഇസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ നോൺ ഫിക്ഷൻ ബുക്സ് ഓഫ് 20th century. സോ ഈ ഒരു ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള ഒരു വർക്കിലും അവർ സ്ത്രീകൾ ഏതെല്ലാം രീതിയിലാണ് സൊസൈറ്റി അവരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് എന്നുള്ള ഐഡിയ ആണ് ഫെമിനൈൻ മിസ്റ്റിക്കിലൂടെ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. So in this work actually she tries to analyze the reasons for women's frustrations in the society. She says that women are always ready to do any work. സ്ത്രീകൾ എപ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്, ഓക്കെ, വിതൗട്ട് ഇൻ്റർഫിയറിങ് ഫാമിലി മാറ്റേഴ്സ്, ബട്ട് ദേ ആർ റിയലി നെഗ്ലക്റ്റഡ്. ആൻഡ് ഓൾദോ ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവരെത്ര തന്നെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരെത്ര തന്നെ നല്ല പ്രാവീണ്യമുള്ളവരാണെങ്കിലും ദേ ആർ റിയലി മെയ്ഡ് ടു സിറ്റ് ആസ് ഏഞ്ചൽസ് നിയർ ഫയർ സൈഡ്. അങ്ങനെ തന്നെ അവർ പറയുന്നത്, ഏഞ്ചൽസ് മെയ്ഡ് ടു സിറ്റ് ലൈക്ക് ഏഞ്ചൽസ് നിയർ ഫയർ സൈഡ്. സോ അത്തരത്തിൽ സ്ത്രീകളെ അവഗണിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അംഗീകരിക്കാത്തതിൻ്റെയും കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഫെമിനൈൻ മിസ്റ്റിക് ആക്ച്വലി ആ ഒരു ടൈമിൽ ഒരു നല്ല വർക്ക് ആയിട്ട് മാറുന്നത്. ആൻഡ് ഫ്രീഡൻ ഹൈപ്പോത്തസൈസ് ദാറ്റ് women are victims of false belief requiring them to find identity in their lives through husbands and children. And this causes women to lose their own identity in that of family. So ഇവിടെ എപ്പോഴും സൊസൈറ്റിയുടെ കുറേ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറേ ഫോൾസ് ബിലീഫ്സ് അതിൻ്റെ വിക്ടിംസായി മാറുകയാണ് സ്ത്രീകൾ. സോ സ്ത്രീ എന്ന് പറയുമ്പോൾ കുടുംബം നോക്കാനുള്ളവർ മാത്രമാണ് അല്ലെങ്കിൽ ചൈൽഡ് ബെയറേഴ്സ് മാത്രമാണ് എന്ന് കണക്കാക്കി സ്ത്രീകളെ മുന്നിലേക്ക് വരാൻ ഒട്ടും തന്നെ സമ്മതിക്കാത്ത ഒരു സമൂഹം ഉള്ളതിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീകൾക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെടുന്നത്. ലൂസ് ദെയർ ഐഡൻറ്റിറ്റീസ്. And also it leads to frustrations also. Okay, and coming to the next one, one another writer is Kate Millett, and her book Sexual Politics, that's one another important book in feminist literature. എടുത്ത് നോക്കുമ്പോൾ അതിലെ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് സെക്ഷുവൽ പൊളിറ്റിക്സ്, കേറ്റ് മില്ലറ്റ്സ് സെക്ഷുവൽ പൊളിറ്റിക്സ്. It was probably the most influential feminist work of its period, and her central argument is that the main cause of the oppression of women is ideology. പാട്രിയാർക്കി ഈസ് ഓൾ പെർവേസീവ് ആൻഡ് ട്രീറ്റ്സ് ഫീമെയിൽസ് യൂണിവേഴ്സലി ആസ് ഇൻഫീരിയർ. ഇവിടെ ഒരു പുരുഷാധിപത്യത്തിനെതിരെയുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിയോജിപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്കിലും സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള ഒരു വർക്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേവ് ഫെമിനിസം എന്നെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള റൈറ്റേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വർക്ക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആങ്കർ അത് പുറത്തേക്ക് വരുന്നത് ഇത്തരം സൃഷ്ടികളിലൂടെയാണ്. ഓക്കെ, സോ ഇവിടെയും പറയുന്നു പാട്രിയാർക്കി ഈസ് ഓൾ പെർവേസീവ്. പുരുഷാധിപത്യം എന്ന് പറയുന്നത് സർവ്വവ്യാപിച്ച് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എല്ലായിടത്തും ഇൻഫീരിയർ ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ് ദ ഫീമെയിൽ ഈസ് സബോർഡിനേറ്റ്. അത് പബ്ലിക് ലൈഫിലാണെങ്കിലും പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ വീടിനുള്ളിലാണെങ്കിലും സ്ത്രീകൾ എപ്പോഴും സബോർഡിനേറ്റ്സ് ആണ്, സബോർഡിനേറ്റ്സ് ടു സമ്മൺ എൽസ്, especially to males. Okay, and Millett also distinguishes very clearly between sex, the biological characteristics, and gender, culturally acquired identity, and the interaction of domination and subordination in all relations between men and women is what she calls sexual politics. ഈ ഒരു വർക്കിൽ പറയുന്ന ഈ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ളത് മെയിൽ ഡോമിനേഷൻ അതുപോലെ തന്നെ സബോർഡിനേഷൻ ഓഫ് ഫീമെയിൽസ്, ഓക്കെ, വിമൻ സബോർഡിനേഷൻ, ഇത് രണ്ടും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ അതാണ് ആക്ച്വലി സെക്ഷൽ പൊളിറ്റിക്സിലൂടെ പുറത്തേക്ക് വരുന്നത്. ആൻഡ് മെയിൽ പർപ്പസീവ്നെസ് ആൻഡ് ഗോൾ സീക്കിംഗ് ഡോമിനേറ്റ് ദ സ്ട്രക്ചർ ഓഫ് മോസ്റ്റ് ലിറ്ററേച്ചർ. കൂടുതലായിട്ടും ഈ ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ പുരുഷാധിപത്യം അത് തന്നെയാണ് നമുക്ക് ലിറ്ററേച്ചറിലും കാണാൻ പറ്റുന്നതെന്നാണ് കേറ്റ് മില്ലറ്റ് പറയുന്നത്. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ തേർഡ് വേവ് ഫെമിനിസം. ഇനി തേർഡ് വേവിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇൻ ഏർലി 1990s, okay, arose as a response to perceived failures of the second wave and also a response to backlash
against the initiatives and movements created by the second wave. Third wave feminism seeks to challenge or avoid what it deems the second wave's essentialist definitions of femininity, which according to them overemphasize the experiences of upper middle class women. സോ ഇവിടെ വരുമ്പോൾ ആക്ച്വലി തേർഡ് വേവ് ഫെമിനിസം എന്നുള്ളത് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ഒരു പരിമിതികൾ അല്ലെങ്കിൽ അതിനെ ഒരു തിരിച്ചടി, ഓക്കെ, അതിനെ ഒരു തിരിച്ചടിയായിട്ടാണ് തേർഡ് വേവ് ഫെമിനിസം വരുന്നത്. കാരണം അതിൻ്റെ കുറേ സെക്കൻഡ് വേവ് ഫെമിനിസം മുഴുവനായിട്ടും സക്സസ്ഫുൾ ആവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് വേവ് ഫെമിനിസം 1990s നമുക്ക് എമേർജ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സോ ഇവിടെ ആക്ച്വലി സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രോബ്ലംസും അവരുടെ ഒരു സൊസൈറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ചുറ്റുപാടിനനുസരിച്ച് അവരുടെ പ്രോബ്ലംസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നാണ് തേർഡ് വേവ് ഫെമിനിസം പറയുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു സ്ത്രീയുടെ പ്രോബ്ലംസ് ആയിരിക്കില്ല ഒരിക്കലും ആഫ്രിക്കയിലുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ടാവുക. അതായത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അനുസരിച്ച് തന്നെ സ്ത്രീകളുടെ പ്രോബ്ലംസിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ റേസ്, എത്നിസിറ്റി, ക്ലാസ്, റിലീജിയൻ, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. നേഷൻ, ഓക്കെ, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. ഈ എല്ലാ ഫാക്ടേഴ്സും മാറുന്നതിനനുസരിച്ച് ഓരോ ഭാഗങ്ങളിലുള്ള സ്ത്രീകളുടെയും പ്രോബ്ലംസിനും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അത്തരം സിവിയർ ഓപ്പറേഷൻ നേരിടുന്ന സമയത്ത് മറ്റ് ചില സ്ഥലങ്ങളിൽ അത്ര തന്നെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു റേസ്, അവരുടെ ക്ലാസ് ഏതിലാണോ, ദ റേസ് ടു വിച്ച് ദേ ബിലോങ്സ്, ഓക്കെ, അതിനനുസരിച്ച് തന്നെ ഈ ഒരു അതിൻ്റെ ഒരു തീവ്രതയ്ക്ക് മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തേർഡ് വേവ് ഫെമിനിസം എമേർജ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ശരിക്കും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഓരോ റീജിയനിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള വർക്ക്സാണ് നമുക്ക് തേർഡ് വേവ് ഫെമിനിസത്തിൽ കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് എക്സാമിൻസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു വിമൻസ് ലൈഫ്സ് ഓൺ ആൻ ഇൻ്റർനാഷണൽ ബേസിസ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എടുത്തു വരുമ്പോൾ ഇൻ ദിസ് ടൈം റൈറ്റേഴ്സ് സച്ച് ആസ് ആലിസ് വോക്കർ വർക്ക് ടു റീകൺസൈൽ ഫെമിനിസം വിത്ത് ദിയർ ഓൺ മിനോറിറ്റി കമ്മ്യൂണിറ്റീസ് കൺസേൺ. സോ ഇവിടെ ശരിക്കും കുറേ മിനോറിറ്റി ഗ്രൂപ്പ്സിൻ്റെ തന്നെ എടുത്ത് അവരുടെ മാത്രമായിട്ടുള്ള പ്രോബ്ലംസ് നോക്കുമ്പോൾ ബാക്കി ഫീമെയിൽ പ്രോബ്ലംസ് പോലെ ആയിരിക്കില്ല, ഇവരുടെ കൂടുതൽ സിവിയർ ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. സോ അത്തരത്തിലുള്ള വർക്ക്സാണ് നമുക്കിവിടെ 2 എക്സാമ്പിൾ ഉള്ളത്. One is Deborah McDowell's New Directions for Black Feminist Criticism. Black Feminism, okay, ഇവിടെയാണ് വരുന്നത്. ഓക്കെ, New Directions for Black Feminist Criticism and Alice Walker's In Search of Mother's Gardens. So these are some works in the third wave feminism. ഇതിൽ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡിവിഷൻസും വരുന്നുണ്ട് ഈ ഒരു തേർഡ് വേവ് ഫെമിനിസത്തിൽ. സോ ഇവിടെ എല്ലാം ഈ ഒരു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ മുഴുവനായിട്ട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ദേ ട്രൈങ് ടു expose the demoralizing effect of male dominating society. Okay, and that's all with feminism, the feminist literary criticism. Thank you.